ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം പ്രൊഡിക്റ്റ് ചെയ്ത് SSLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ 36ാമത്തെ തിയേറ്റർ ഇന്നലെ ഇനാഗ്രേഷൻ ആകുന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററുകളെ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്മാരെ കൊണ്ടിട്ടായിരുന്നു ഒന്ന് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിലേക്ക് ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഈവൻ പറ്റുന്നു. ഇപ്പൊ കുഞ്ചാക്കോ ബോബനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരാജുമായിട്ട് ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിന്റെ ബാനറിലും വിലാസിനി സിനിമാസിന്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷവാദാദ്യം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും വർക്കൗട്ട് ആയില്ല. കുറച്ച് പ്രതീക്ഷിച്ച അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആണെന്നൊക്കെ പ്രതീക്ഷിച്ച അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഒരേയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡബിളിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുധീരേട്ടനായിക്കോട്ടെ, സുധീരേട്ടൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീരേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞിട്ടോ, അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം, എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ പ്രൊഡ്യൂസർ ബൈ സുരാജിനോട് കൂട്ടി ശമ്പളം മാത്രം വരാം, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്കാണ്, മുഴുവൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ.